ഹലോ കൂട്ടുകാരെ, നമ്മളിവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് മത്തങ്ങയുടെ അതേ രുചിയിൽ എങ്ങനെ ഒരു ഓമയ്ക്കായും കൊണ്ട് കറി വെക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ അല്പം ചെനച്ച ഓമയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഓമയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളവും കൂടെ ചേർത്ത് കുക്കറിനകത്ത് അടച്ച് വേകാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് അതിനാവശ്യമായ അരപ്പിന് വേണ്ടി തേങ്ങയും നല്ല ജീരകവും കൂടെ നല്ലതുപോലെ അരച്ചെടുക്കണം. കടുക് വറക്കാനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ കറിയുടെ ഏറ്റവും രുചിക്കൂട്ടെന്ന് പറയും നമ്മളത് കടുക് വറക്കുന്നതിലുള്ള ചേരുവയാണ്. ഓമയ്ക്ക വെന്ത് കഴിയുമ്പോഴേക്കും അതിനകത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒത്തിരി അങ്ങ് തിളച്ചു പോകാനായിട്ട് പാടില്ല. കടുക് വറക്കാനായിട്ട് നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടിക്കഴിയുമ്പം അതിനകത്തേക്ക് നമ്മൾ ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അത് രണ്ടും കൂടെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണേ. അത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. നല്ലൊരു മണം വരും. ഈ ഉള്ളി വറുത്തതിൻ്റെയും കടുകും മുളകും കറിവേപ്പിലയും തേങ്ങയെല്ലാം കൂടെ നല്ല മണമാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങയും ചേർത്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്കയുടെ കൂട്ടും കൂടെ ചേർത്ത് ഇളക്കി നല്ല അടിപൊളി ഓമയ്ക്കക്കറി തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്